ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് കണ്ണൂരിലെ മാടായിക്കാവ് എന്ന ക്ഷേത്രത്തിലാണ്. വളരെ പുണ്യവും പുരാതനവുമായ ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ക്ഷേത്രം വടക്കൻ കേരളത്തിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ദേവി ധാരികനെ നിഗ്രഹിച്ചതിന് ശേഷം വന്നിരിക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ വഴിപാടുകൾ, അകപൂജ, ശത്രു സംഹാര പൂജ, കരിങ്കലശം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഈ വഴിപാടുകൾക്ക് പ്രസാദമായി കിട്ടുന്നത് പോഷക സമൃദ്ധമായ ചെറുപയറും കോഴി നിവേദ്യവുമാണ്. എന്നാൽ ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമായിട്ടാണ് ഈ കോഴി നിവേദ്യം നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. മീനമാസത്തിലെ പൂരം നാളിലാണ് ഇവിടത്തെ ഉത്സവം. 9 ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് 10ാം ദിവസമാണ് ധാരികനെ ദേവി നിഗ്രഹിക്കുന്നത്. അതോടും കൂടി ഉത്സവം സമാപിക്കും. ഇവിടെ ചൊവ്വ, വെള്ളി, അമാവാസി, പൗർണമി, മലയാള മാസത്തിലെ 1ാം തീയതി ഇവയൊക്കെ ഇവിടുത്തെ പൂജയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. വളരെയധികം ഭക്തിയും വിശ്വാസവുമുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ നമ്മൾ തൊഴുതു മടങ്ങി ഇറങ്ങുമ്പോൾ അന്നദാനം കഴിക്കാൻ സാധിച്ചു. അന്നദാനം പ്രസാദം എല്ലാം കഴിച്ച് വളരെ സന്തോഷത്തോടെ, വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ മടങ്ങുകയാണ്. അപ്പോൾ ഇനിയും അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. മാടായിക്കാവിലമ്മേ മനസ്സിൽ ഞാനിരുത്തി